കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ സമയമാണ്. നല്ല വേനൽ, ഉച്ചസ്ഥായിയിൽ വേനൽ നിൽക്കുമ്പോഴാണ് പച്ചക്കറി ഏറ്റവും ഭംഗിയായിട്ടുണ്ടാകുന്നത്. ഇപ്പം ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കേരളം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും അനുഗുണമായ സമയമാണ്. ഇവിടെ പ്രശ്നം അതല്ല, നമുക്കാർക്കും അധ്വാനിക്കുന്നതിനൊരു മനസ്സില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്. കാരണം ഈ 35 ലക്ഷത്തോളം അയൽ സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികൾ കേരളത്തിൽ പണിയെടുക്കുകയാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ അവരോട് കടപ്പെട്ടിരിക്കുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ മുടി വെട്ടണമെങ്കിൽ, നമ്മുടെ ഭക്ഷണശാലകൾ പ്രവർത്തിക്കണമെങ്കിൽ, റോഡ് ടാർ ചെയ്യണമെങ്കിൽ, റെയിൽവേ ട്രാക്കിൽ പണി നടക്കണമെങ്കിൽ, എന്തിനേറെ വീട്ടുവളപ്പിലെ ഒരു തെങ്ങിന് തടവെടുക്കണമെങ്കിൽ ബംഗാളി അന്വേഷിക്കുന്ന നിലയിലേക്ക് കേരളം മാറി. നമ്മൾ ഏതാണ്ട് ഒരു സുഖലോലുപതയിൽ ഈ ശാരീരിക അധ്വാനം ആവശ്യമായ മുഴുവൻ ജോലികളിൽ നിന്നും വിട്ടകന്ന് മലയാളി മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ. ഇപ്പോൾ മണ്ണിലിറങ്ങാനുള്ള ഒരു മനസ്സാണ് മലയാളിക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ രക്തത്തിൽ കൃഷിയുണ്ട്, പക്ഷേ അത് മണ്ണിലേക്ക് പോകുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. ഇപ്പം ഞാൻ ഒരു കാലത്ത് കേരളത്തിൽ ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന തലമുറ ഈ വർഷകാലത്ത് വെള്ളത്തിലിറങ്ങി ചവിട്ടുകയും മണ്ണിൽ ഇറങ്ങുകയും പറമ്പിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കാലിൽ വളം കടിക്കുക എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയാം. കാലിൽ വളം കടിക്കുക, എന്നിട്ട് നമ്മൾ ജംഗ്ഷൻ വൈലറ്റ് പോലെ ഒരു പ്രത്യേകതരം മരുന്ന് നമ്മൾ ഒരു പുരട്ടിയിട്ട്, മാത്രമല്ല കാലൊന്ന് കെട്ടിയിട്ട്, കാല് വരിഞ്ഞ് കെട്ടിയിട്ട് ഈ ചൊറിയുന്ന ഭാഗം വല്ലാത്ത ചൊറിച്ചിലാണ്, കെട്ടിയിട്ട് നമ്മൾ ഈ സൂചി കൊണ്ട് ഒന്ന് കുത്തി കുറച്ച് ബ്ലഡ് പോകുന്നുണ്ടെങ്കിൽ ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ടല്ലെങ്കിൽ പോലും അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഒരുപക്ഷെ കേരളത്തിലെ പഴയ തലമുറയ്ക്ക് അറിയാം. ഇന്ന് എത്ര കുട്ടികളുടെ കാലിൽ വളം കടിക്കുന്നുണ്ട്? വളം കടിക്കില്ല, കാരണം മണ്ണിലിറങ്ങിയാലല്ലേ വളം കടിക്കുന്നുള്ളൂ. ഇത് കേരളത്തിൽ കൃഷി വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ചോദിക്കുന്നത്, അത് സർക്കാരല്ല കൃഷി ചെയ്യേണ്ടത്. ഇപ്പം എൻ്റെ വീട്ടിലേക്ക് ആവശ്യം ഈ ഒരു 5 സെൻറ്റ് സ്ഥലമുള്ള ഒരാളും വളരെ ഭംഗിയായി ഒരു പ്രദേശത്തേക്ക് ആവശ്യമായ പച്ചക്കറി കൃഷി ചെയ്തെടുക്കുന്ന കാഴ്ച കേരളത്തിലുണ്ട്. ഇതിനിടയിലും അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്, ഭംഗിയായി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു മനസ്സുണ്ട്, ഒരു അധ്വാനിക്കാനുള്ള ഒരു വലിയ ഒരു ആവേശം അവർക്കുണ്ട്. നമുക്കില്ലാതെ പോയത് അതാണ്. സ്ഥലമില്ലാത്തതല്ല, സ്ഥലമുണ്ട്, ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാൻ കഴിയും. പിന്നെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ സ്കൂളുകളിലും കൃഷി ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അതായത് സ്കൂളുകളിൽ കൃഷി പഠനത്തിൻ്റെ ഭാഗമാകണം. അതിനൊരു മാർക്ക് വെക്കട്ടെ. ഇപ്പോൾ MBBS അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠിച്ചു വരുമ്പോൾ അവന് 2 സെൻറ്റ് സ്ഥലം കൊടുക്കുക. അവനവിടെ ഈ പഠിച്ചു തീരുന്നത് വരെ ഓരോ വിളകൾ കൃഷി ചെയ്യണം. കൃഷി ചെയ്തിട്ട് ആ ഉൽപ്പന്നത്തെ കണക്കാക്കി അവൻ എങ്ങനെ മികവാർന്ന രീതിയിൽ കൃഷി ചെയ്തു ആ കുട്ടി, അതിൽ നിന്ന് എന്ത് ഉൽപ്പന്നം ഉണ്ടായി, അവൻ എത്രമാത്രം മികവ് ആ കൃഷിയിൽ കാണിച്ചു എന്നുള്ളത് മെറിറ്റിൽ വരണം. അവൻ്റെ മാർക്കിൽ അത് പ്രതിഫലിക്കണം. പ്രതിഫലിക്കാമെങ്കിൽ കുട്ടികൾക്ക് കൈക്കോട്ട്, അതായത് മൺവെട്ടിയെടുക്കും, അവർ മണ്ണിലിറങ്ങും, അവരൊരല്പം വെയിൽ കൊള്ളും, അവരുടെ കയ്യിൽ ചാണകവും മണ്ണും പുരളും. അതിന് തയ്യാറുണ്ടെങ്കിൽ കേരളത്തിൽ എല്ലാവരും ആവേശപൂർവ്വം കൃഷി ചെയ്യും. മാർക്കാണ് പ്രധാനം. എല്ലാവർക്കും അഡ്മിഷൻ വേണം, എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ആവണം, ആർക്കും കൃഷിക്കാരാവണ്ട. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചെറുവയൽ രാമൻ എന്ന് പറയുന്ന ഒരാളിനാണ് ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയത്. നമ്മൾ ആർക്കൊക്കെ അവാർഡുകൾ കൊടുക്കുന്നു, ആർക്കൊക്കെ പത്മ പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. അതായത് ഈ ഒരു കൃഷിക്കാരനെ കിട്ടുന്ന ഒരു അംഗീകാരത്തിൻ്റെയും കൂടി പ്രശ്നമുണ്ട്. അതുകൂടി നമ്മൾ കാണാതെ പോകരുത്. സമൂഹത്തിൽ IAS ഓഫീസറും കൃഷിക്കാരനെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു വിവാഹ കമ്പോളത്തിൽ എൻ്റെ മകളെ കല്യാണം കഴിച്ചു വിടണം, എന്താ ജോലി, ഞാനൊരു കൃഷിക്കാരനാണ് എന്ന് പറഞ്ഞാൽ ആ കൃഷിക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുവാൻ, മകളെ കല്യാണം കഴിച്ചു കൊടുക്കുവാൻ എത്ര രക്ഷിതാക്കൾ തയ്യാറാകും? അവിടെയാണ് പ്രശ്നം. എന്തുകൊണ്ടത്? കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ്. എല്ലാം സമ്പത്തുമായി ബന്ധപ്പെടുത്തി, സാമ്പത്തികവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ തുലനം ചെയ്യുന്നത്. അപ്പോൾ കൃഷിയിൽ നിന്നുള്ള വരുമാനം കുറവ്, കൃഷിക്കാരന് കിട്ടുന്ന വരുമാനത്തിൽ ഒരു സർക്കാർ, അതായത് ഗവൺമെൻറ് സർവീസിൽ ഒരു പിയൂൺ ജോലി ചെയ്യുന്ന ഒരാളിന് കിട്ടുന്ന അംഗീകാരം ഒരു കൃഷിക്കാരന് ഒരു വിവാഹ വീണിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മനസാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്നുകൊണ്ടേ നമുക്ക് ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. അപ്പം പഴയ കാലവും ഈ കാലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ 15,000 രൂപ പോലും കിട്ടുന്നില്ലായിരിക്കുക ഒരു പക്ഷേ നമ്മുടെ ഈ കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളിന്. ഒരു കൃഷിക്കാരൻ, അതിൽ കൂടുതൽ ഒരു ചെറുപ്പക്കാരൻ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അവന് വരുമാനം കിട്ടുന്നുണ്ട്. പക്ഷേ വിവാഹ കമ്പോളത്തിൽ വന്നു കഴിയുന്നുണ്ടെങ്കിൽ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ഈ കർഷകന് കിട്ടുന്ന അംഗീകാരമല്ല ഈ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളിന് കിട്ടുന്നത്. പക്ഷേ വരുമാനത്തിൽ അയാൾ വളരെ പിന്നിലായിരിക്കും. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ കുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. അതാണ് സത്യം. അത് നമ്മൾ വെറുതെ വർത്തമാനം പറയാമെന്നല്ലാതെ. അതുകൊണ്ടാണ്
അതിന് രണ്ടുപേരി കവിതയെ എനിക്ക് പറയുള്ളൂ. പാതിരാക്കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്തു പുഞ്ചയ്ക്കു തേവുന്നു രണ്ടുപേർ, ഒന്നൊരു വേട്ടുവൻ മറ്റേത് അവൻ വേട്ട പെണ്ണിവർ പാരിൻ പാദം പണിയുവോർ. പഞ്ചഭൂതങ്ങളോട് അങ്കമാടിയിടുന്ന പഞ്ചമരത്രയെ പെരും പടയാളികൾ, ആരുണ്ടു വീറോടെ പോരാടും ഈ രണ്ടു പോരാളിമാർകളെ പാടിപ്പുകഴ്ത്തുവാൻ എന്ന് കവി ചോദിച്ചു. അത് സത്യമാണ്. നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിലും അവരെ ഒന്ന് അംഗീകരിക്കുവാൻ, അവർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരാണ്, നമ്മുടെ വിശപ്പാറ്റുന്നത് അവരാണ്, അവരോട് ചേർന്ന് നിൽക്കണം, അവൻ്റെ പ്രശ്നങ്ങളിൽ നമ്മൾ നിൽക്കണം എന്ന് പറയുവാനുള്ള ഒരു മനസ്സ് സമൂഹത്തിനുണ്ടാകണം. നോക്കൂ, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അതേക്കുറിച്ച് പറയുമ്പോൾ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക അതിനെക്കുറിച്ച്. കാരണം ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കർഷകർക്കൊരു സഹായനിധി, കർഷക ക്ഷേമനിധി ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനമായിരുന്നു നമ്മുടേത്.